ഫ്രണ്ട്സേ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇല്ല ആദി അപ്പോൾ ആദ്യം മനസ്സിലായി എല്ലാവർക്കും. ആദ്യം നമ്മുടെ മോൻചാര, അതായത് ലിജിയുടെ രണ്ടാമത്തെ അനിയത്തിയുടെ മോനാട്ടോ. അയാൾ ലിജിയാൻ്റെ കാണാൻ വേണ്ടി ക്രിസ്മസ് വെക്കേഷന് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇടുക്കിയിലൊക്കെ ഒന്ന് കറങ്ങി അവിടെ നിന്ന് കൊല്ലത്ത് നമ്മുടെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ എന്താ പരിപാടി വെച്ചാൽ ഞാനും അവനും കൂടെ മീനും എല്ലാം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങളൊരു സ്ഥലത്ത് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കരമായ മീന് ഭയങ്കര വില, 2000 രൂപയൊക്കെ പറയുന്നത് കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോൾ ഉറക്കം വേണ്ടിയിട്ട് ലേറ്റായിപ്പോൾ. അതുകൊണ്ട് മീൻ വലക്കാരൊക്കെ രാവിലെ പോയി. ഇതിപ്പോൾ ഓളം അടിക്കുന്നുണ്ടോ കായൽ നല്ല കാറ്റ് കരക്കാറ്റ് നിൽക്കും. അപ്പോൾ വള്ളമൊക്കെ മീൻ പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോൾ. ഈ ബാക്കിൽ കാണുന്ന നമ്മുടെ വീടിനടുത്തുള്ള എസ് വളം എന്ന് പറഞ്ഞ സ്ഥലത്തിനകത്ത് എസ് വളത്തിൻ്റെ ആ ഒരു ഡോക്കിങ് പോയിന്റ് അവിടെയാണ് നമ്മൾ വണ്ടിയൊക്കെ വന്ന് പാർക്കിംഗ് പോയിൻ്റൊക്കെ ആ ഭാഗത്ത് അവിടെയൊക്കെയാണ് കേട്ടോ. അവിടുന്ന് ആൾക്കാരൊക്കെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ ആയിട്ട് അതിൻ്റെ പരിപാടിയൊക്കെയാണ്. ഭയങ്കരമായ വെയിലായിരിക്കും, എന്നാൽ ഈ കാറ്റ് നിൽക്കുന്ന കാരണം ഇച്ചിരി ചൂടുള്ളൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ 2 ദിവസമായി ഇവർ വന്നിട്ട് ഇപ്പോൾ 3ാമത്തെ ദിവസമാണ്. 2 ദിവസമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ ഈ യാത്രയൊക്കെ ചെയ്ത് ഭയങ്കര ശരീരം വേദനയും പെടലി വേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ മീൻ മേടിക്കാൻ വന്നപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നപ്പം ഒരു വീഡിയോ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടോ. അപ്പോൾ ലിജി കൊച്ചി രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ഇച്ചിരി കിടക്കുക കേട്ടോ. ക്ഷീണം കാരണം ഒന്ന് കിടക്കുക. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ പരിപാടി വെച്ചാൽ ഇനി ഇവിടുന്ന് മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ ഉള്ള മീൻ കക്ക മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കക്ക എലിക്കുട്ടുമ്പോൾ കക്ക കഴിക്കത്തില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും മീൻ എന്തെങ്കിലും മേടിക്കാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ കഷ്ടകാലത്തിന് ഇവിടെ മീനൊന്നും ഇല്ല. അപ്പോൾ കുറച്ച് അപ്പുറത്തൂടെ പോയി കറങ്ങി. അപ്പോൾ ഇയാളെ ഒന്ന് അവിടെയൊക്കെ ഒന്ന് കാണിച്ച് അങ്ങനെയൊക്കെ പോകാമെന്ന് കരുതി ഇറങ്ങിയതാണ്. അപ്പോൾ അതാണ് കേട്ടോ വിശേഷം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു സാധനം മേടിക്കാൻ ഓർത്തോസിസോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നത് ഓർത്തോസ് എന്നാണ് എൻ്റെ പേരെന്നൊക്കെ പറയട്ടെ. അപ്പോൾ സംഭവം എന്താ മേടിക്കുക വെച്ചാൽ ലിജിയുടെ കാലിൻ്റെ ഫുൾ ബോഡി വെയിറ്റ് കാലിലേക്ക് ഇച്ചിരി കൂടെ താങ്ങാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ സാധനം പറഞ്ഞത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ആ സാറ് പറഞ്ഞിട്ടുണ്ട് അത് മേടിക്കുന്നതിന്. പിന്നെ അതില്ലേലും കുഴപ്പമില്ല, ബെറ്ററായിട്ട് നിൽക്കാൻ പറ്റും. പക്ഷേ ലിജിയുടെ കാലിന് ചെറിയ വിലക്കുറവുണ്ടായിട്ട് അത് നോക്കാം. എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റിനോട് ചോദിച്ചിട്ടേ വാങ്ങിക്കുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിസിയോതെറാപ്പിസ്റ്റിനോട് സജസ്റ്റ്. പിന്നെ പേഴ്സണലി മെസ്സേജ് വന്നായിരുന്നു അദ്ദേഹത്തിനോട് അഭിപ്രായം ചോദിക്കുന്നതൊക്കെ പറയട്ടെ. ബോട്ടിങ് വേണ്ട, വീട്ടിൽ ചെറിയ വെള്ളമുണ്ട്, ചേട്ടാ ബോട്ടിങ് വേണോ ചോദിക്കാൻ കേട്ടോ. അപ്പം അതാണ് വിശേഷം. അപ്പോൾ ഞങ്ങളിനിപ്പോൾ എന്തായാലും മീൻ കിട്ടാത്ത സ്ഥിതിക്ക് ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ. അപ്പോൾ ആദ്യം നമുക്ക് വീട്ടിൽ പോയാലോ? എവിടെ നിൽക്കണോ? വീട്ടിൽ പോയല്ലേ? വീട്ടിൽ പോയാൽ വള്ളത്തിൽ കയറിയാലോ? അപ്പോൾ വീട്ടിൽ പോയിട്ട് ഇവനെ വള്ളത്തിലൊക്കെ കയറ്റി സെറ്റാക്കിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഞാനും ആദ്യം കൂടെ കുറച്ച് നമ്മൾ അവിടെ ആ ഭാഗത്താണ് നിന്നത്. അവിടെ വണ്ടി വീട്ടിലോട്ട് പോകാൻ വേണ്ടി വണ്ടി കയറി വന്നതല്ലേ. വണ്ടി കയറി ഇങ്ങനെ വന്നപ്പോഴല്ലോ അത് ഇവിടെ 2 ചേട്ടന്മാർ വലയിടുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. അതുകൊണ്ട് ഇവിടെ അവർ കിടന്ന് വലയിടുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഈ വല എടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് വല്ല മീനുണ്ടോ മേടിച്ചുണ്ടോ. നമുക്കൊരു ശകലം മീൻ മതി കേട്ടോ. അപ്പം ഈ കാണുന്നതൊക്കെ ഓരോ ടൈപ്പ് കണ്ടലുകൾ കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടെയൊക്കെ ഞങ്ങൾ പണ്ടിറങ്ങി മീൻ പിടിക്കാനൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ പിന്നെ ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ ആയി. ഇവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പകലങ്ങനെ മീൻ പിടിക്കാനൊന്നും വരില്ല. ഇങ്ങനെ വല്ലപ്പോഴൊക്കെ മീൻ മേടിക്കാനായിട്ട് വരും. ഇവിടെയൊക്കെ നമുക്ക് രാത്രി വന്ന് മീനൊക്കെ പിടിക്കാവുന്ന സ്ഥലമാണ്, സൂപ്പർ സ്ഥലമാണ്. നമുക്ക് ഇനി ദിവസം സമയം കിട്ടുന്ന പോലെ രാത്രി മീൻ പിടിക്കാൻ പോകുന്ന വീഡിയോ ഒക്കെ ചെയ്യാം. ഇതാ അതി വെള്ളത്തിൽ ചാടുന്നുണ്ടോ? കുളിക്കാൻ വെള്ളത്തിൽ ചാടുന്നുണ്ടോ? വെള്ളത്തിൽ ചാടാൻ ഇഷ്ടമാണോ? വീഡിയോ വെള്ളത്തിൽ ചാടിയല്ലോ. ഉണ്ടാ ഇവന്മാർക്കെല്ലാം വെള്ളത്തിൽ ചാടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവർ ശ്രീക്കുട്ടനായാലും ദേവനായാലും അവന്മാർക്കെല്ലാം. ഇവന്മാരെ 3 പേരുടെ നാളെ അവന്മാർ സ്കൂളിൽ പോകത്തില്ല. അപ്പോൾ നാളെ ഞങ്ങൾ അങ്ങോട്ട് പെങ്ങടങ്ങോട്ട് പോവും. ഇവർ ആദ്യം പോയിട്ടുണ്ട് ഇല്ലടാ അവിടെ. ശ്രീക്കുട്ടൻ അങ്ങ് പോയിട്ടില്ലേ? നീ പോയിട്ടില്ലേ? ആദ്യം പോയിട്ടുണ്ട്. അപ്പോൾ ലിജി പോയിട്ടില്ല. ലിജി രണ്ടാമത്തെ ലിജി ഇല്ല, അവൾ പോയിട്ടില്ല. അപ്പോൾ അവൾക്ക് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തരുതേ. മണ്ണും വണ്ടിയൊക്കെ പോകുന്നുണ്ടോ ഈ റോഡിൽ കൂടെ. അപ്പോൾ ഇവിടെ കൂടുതലും കാണുന്ന മരങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ഇതോടത്തുള്ള അക്വേഷ്യ എന്ന് പറഞ്ഞ മരങ്ങളാട്ടോ. അക്വേഷ്യ, മാഞ്ചി, രണ്ടും 2 ടൈപ്പാണ്. അതുകൊണ്ട് ഇതാണ് അക്വേഷ്യ എന്ന് തോന്നുന്നു കേട്ടോ. ഇത് മാഞ്ചിയാണെന്ന് തോന്നുന്നു. അത് നിങ്ങളുടെ നാട്ടിൽ ഇന്ന് എന്താ പേര്? ജസ്റ്റ് ഇലയെന്ന് ഞാൻ കാണിച്ചു തരാം അല്ല. അപ്പോൾ അത് എന്താണെന്നുള്ളത് നോക്കണം കേട്ടോ. പിന്നെ ആ സൈഡ് അങ്ങനെ, പിന്നെ ഈ സൈഡ് ഇങ്ങനെ കേട്ടോ. ഈ സൈഡ് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ കൊല്ലത്തടുത്ത് കൊല്ലം, പത്തനംതിട്ട ആ ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ചുമ്മാ ഇറങ്ങിക്കോ. അപ്പം നമുക്ക് ഒരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്ത് പരിപാടിയൊക്കെ എടുക്കാനുള്ള പരിപാടി കൊണ്ട് കണ്ടോ തെറ്റിപ്പോവുക.
ഇത് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ അമ്പലങ്ങളിലൊക്കെ ഈ പൂജയ്ക്കൊക്കെ ഈ പൂവ് എടുക്കും കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും തെറ്റിപ്പൂ ഞങ്ങളോട് തെറ്റിപ്പൂ എന്ന് പറയും. തെച്ചിപ്പൂ വരാൻ തോന്നുന്നു, തെറ്റി എന്നാണ് ഞങ്ങൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിരവധി കാഴ്ചകളായിട്ട് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ദേ ഒരു വല ഇട്ടിട്ട് എന്താ അറിയോ, നടുക്കുള്ള മീനെയൊക്കെ ഓടിച്ച് ആ വലയിലോട്ട് കയറ്റുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. വല ഇട്ട് വട്ടത്തിൽ വളയും. വട്ടത്തിലപ്പം ഇച്ചിരി ദൂരെയാണ് നമ്മളെ, അതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. വല രണ്ട് സൈഡിൽ ഉള്ളിൽ അവരിറങ്ങിയിട്ട് മീൻ വട്ടത്തിലിങ്ങനെ വല വളയ്ക്കും. അതിനുള്ളിൽ ഇറങ്ങിയ ശേഷം മീനെല്ലാം അടിച്ചോടിച്ച് വലയ്ക്കകത്തോട്ട് കയറ്റുക. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മേടിച്ചുകൊണ്ട് പോകാം കേട്ടോ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, എന്തായാലും ഇറങ്ങിയതല്ലേ. അങ്ങനെ നമ്മളോട് ഇരുന്നപ്പോഴേ അതെ ആദ്യം ഇവിടെ ചെടിയൊക്കെ പിടിച്ച് കളിക്കുമായിരുന്നു. അപ്പോൾ തന്നെ ഇവിടെ ചെടി എങ്ങനെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേരാണ് ഞങ്ങൾ കമ്പട്ടി എന്ന് പറയും. ഈ ചെടിക്ക് പ്രത്യേകത ഉണ്ട്, ഇതിനകത്തൊരു കറ വരും. ഒരു കറയാണ്. ഇത് കണ്ണിൽ വീണാൽ നമ്മളെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ലിസ്റ്റ് കാണിച്ചു തരാം. അതായത് നോക്കണേ, തിരച്ച കാണാൻ വീണ ആണ്ടേ ഈ പാലുണ്ടോ, കണ്ണിലൊക്കെ വീണാൽ കണ്ണ് ചിലപ്പോൾ ആദ്യം തന്നെ മീൻ വിളിച്ച് കാണിച്ചു തരും കേട്ടോ. ഈ ഭാഗത്തൊക്കെ കക്കാവട്ടി കിടക്കും. നമ്മൾ കക്കയില്ലേ, കക്ക വാരിയിട്ട് അതിൻ്റെ ഇറച്ചി എടുത്തതിന് ശേഷം തോട് കളയുന്നുണ്ടോ. മീനൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, മീനൊക്കെ ഓടുന്നുണ്ടോ, അവനത് നോക്കിക്കൊണ്ടിരിക്കുക മീൻ. ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാം നമ്മൾ ഇറങ്ങുന്നതായിരുന്നു. അവരിതുവരെ വല വലിച്ചില്ല. അപ്പോൾ അതാണ് ഈ ചെടിയുടെ കാര്യം പറയട്ടെ. ഈ കറ നമ്മുടെ ദേഹത്തൊക്കെ വീണ് നമ്മുടെ കണ്ണിലൊക്കെ വീണ് കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ച ശക്തി വരെ നഷ്ടപ്പെട്ട സാധ്യതയുള്ള ചെടികൾ. അങ്ങനെ വിവിധ ഇനം ചെടികളാണ് ഇവിടെ നമ്മുടെ ഇതൊക്കെ കണ്ടൽ ഇനത്തിൽപ്പെടുന്ന ചെടികളാണ് കേട്ടോ. അതുകൊണ്ടാണ് വെള്ളത്തിൽ സർവൈവ് ചെയ്യുന്നത്. ഇത് വെള്ളത്തിൽ കിളിച്ച് നിൽക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ കണ്ട ഈ ഇലയുടെ സെയിം മരമാണ് ഇതേ നിൽക്കുന്നുണ്ടോ. ഈ നിൽക്കുന്നതിൻ്റെ വളർന്ന മരമാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന നീളമുള്ള ചെടിയെ ഞങ്ങൾ പന്ന എന്ന് പറയും. അപ്പോൾ എറണാകുളം ആലപ്പുഴ വെള്ളമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലത്തൊക്കെ ഈ ചെടി കണ്ടിട്ടുമുണ്ട്, നാട്ടിലൊക്കെ ഉണ്ടാവും. അതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ എന്തായാലും കുറച്ച് നേരം അവർ വല എടുത്തിട്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നവരുടെ വല എടുത്തിട്ട് അവർ ഇവിടേക്ക് വരും. കൂടെ മിക്കവാറും പള്ളത്തി ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം പള്ളത്തിക്കാണ് ഇങ്ങനെ ചെറിയ വല വെക്കാൻ സാധ്യത. ചെറിയ വല വെച്ചിട്ട് ഇങ്ങനെ ഓടിച്ച് കയറ്റുന്നത് പള്ളത്തിയെ ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് പള്ളത്തി ആണെങ്കിലും മേടിച്ചിട്ട് പോവാം. പള്ളത്തി വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് ജസ്റ്റ് വെട്ടി കുക്ക് ചെയ്ത് കഴിക്കുന്നതൊക്കെ ഒന്ന് കാണിക്കാം നിങ്ങളെ. അതിൻ്റെ എങ്ങനെ രീതി വറുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ എന്നിട്ട് ബാക്കി എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താം. ബാക്കി എല്ലാവരും ആരോ വേറെ എനിക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഇല്ലടാ, നീ മറിഞ്ഞ് വെള്ളത്തിൽ വീഴല്ലേ. എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ വയ്യ, അതുകൊണ്ടാണ്. ഡ്രസ്സ് നനയ്ക്കാൻ വയ്യ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കണക്കൊരു തോടുണ്ട് അപ്പുറത്തുണ്ട്. അവിടെയാണ് ഇന്നാളൊരു മൊബൈൽ കളഞ്ഞു പോയിട്ട് ഞാൻ തപ്പിയെടുത്തത്. അപ്പോൾ ഏകദേശം ഒരു മീനിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. ഇനി അവർ വല വലിച്ചങ്ങ് കയറ്റത്തേ ഉള്ളൂ. ഒരു സൈഡിൽ നിന്ന് വലിക്കും. നമ്മൾ 6 പോലെ ഇരിക്കും വല വലിക്കും. അപ്പോൾ 6ൻ്റെ ആ റൗണ്ട് ഭാഗമില്ല, അതിങ്ങനെ ചുരുണ്ട് അറ്റത്തെത്തുമ്പോൾ മീനെല്ലാം പക്കായിട്ട് കയറും. അതാണ് ശേഷം കേട്ടോ. യൂട്യൂബ് ചാനലിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ പറഞ്ഞു അവിടെ ചെന്നിട്ട് സജീവിന്റെ വീട് ഏതാന്ന് ചോദിക്കാൻ പറഞ്ഞു. ആണല്ലേ. അവിടെ അങ്ങനെ തിരക്ക് വന്നായിരുന്നു. കുറെ ഞായറാഴ്ച എന്തോ ആയിരുന്നു, ഞായറാഴ്ചയാണോ കേട്ടോ. ഞാൻ പറഞ്ഞ അല്ലാതെ പറഞ്ഞ അറിയത്തില്ല. ഒരു അച്ഛന്റെ പേര് പറയാൻ പെട്ടെന്ന് അറിയുന്നു. അതെ. പൊടിച്ചില്ലടാ? പൊട്ടിച്ചില്ലല്ലേ? പൊടിച്ചോ? മതിയാ? ഭയങ്കര ശക്തമായ വെയിൽ കേട്ടോ. ഞാനിപ്പോൾ ആദ്യം ഒരു തൊപ്പി മേടിച്ചു കൊടുത്തത്. അപ്പോൾ വന്നിട്ട് നമ്മുടെ എസ്സോളയിലാട്ടോ. എസ്സോളതിൽ ഇത് ഇൻഫർമേഷൻ സെൻറ്റർ ഇത് ഇവിടെ ഒരു ചെറിയ നാരങ്ങ സോളയൊക്കെ കിട്ടുന്ന കടയുണ്ട്, തൊപ്പിയൊക്കെ ഉണ്ട്. അവിടുന്ന് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു. അവനൊരു തൊപ്പിയും മേടിച്ചു കൊടുത്തു. കാരണം അവർ കുറച്ച് നേരം അവിടെ കഴിയുമെന്ന് പറഞ്ഞു. അപ്പം വെള്ളം കുടിക്കാൻ താഴ്ച. നമുക്ക് അവിടെ പോയിരുന്നല്ലോ, അവിടെ തള്ളത്ത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി നിൽക്കട്ടെ കുറച്ച് നേരം, മറ്റേ വിലക്കാർ പൊക്കളത്. അപ്പോൾ നമ്മളിത് വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നപ്പോഴത്തേന് അവർ സ്പ്രൈറ്റാണ് മേടിച്ചത് കേട്ടോ. ഞാനൊരു സോഡ ഞാൻ കുടിച്ചു. വെള്ളം കുടിച്ചിട്ട് വന്നപ്പോൾ അവരിത് വല എടുത്തിട്ട് തിരിച്ചു വന്നു. ജസ്റ്റ് നോക്കാം. ഇത് വണ്ടി വരുന്നത് ലോറിയാണോ? ഇത് ബസ് റൂട്ടുള്ള കേട്ടോ. ബസ്സുണ്ട് ഇത് വഴി എപ്പോഴും. ഏകദേശം ഒരു 2 മണിക്കൂറിനായിട്ട് വണ്ടിയുണ്ട്. ഇപ്പം മെയിൻ റൂട്ട് അല്ലല്ലോ, അത്യാവശ്യം ബസ്സുണ്ട്, 2-3 ബസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതേ വലയായിട്ട് വരുന്നുണ്ട് അവർ. നോക്കട്ടെ നമുക്ക് എന്തോ കാണാൻ പറ്റും. വള്ളത്തിയാണോ?
ആ കവറുണ്ട്. കവർ കേട്ടോ മീൻ മേടിക്കാൻ. വള്ളത്തിൽ നോത്തോടെ അതെയല്ലോ. അതോടെ അങ്ങോട്ട് ആരാണ് വെച്ചത്? അപ്പോൾ നമ്മളത് മീൻ വാങ്ങി വള്ളത്തിലാണ് കേട്ടോ. പറഞ്ഞാൽ കോമഡിയാണ്. നമ്മളവിടെ വലയിട്ട് കോരാൻ പോകുമ്പോൾ വെറുതെ വാരിക്കളയും വള്ളത്തിൽ. എന്നിട്ട് ഇവിടെ വന്നിപ്പോൾ 100 കൊടുത്ത് ഇത്രയും വള്ളത്തിൽ മേടിച്ചു 100 രൂപയ്ക്ക്. വേറെ മീനില്ല. ഞങ്ങൾ പോട്ടെ. പോടാ. അവരടുത്ത വലയിടാ പോകുന്ന സമയത്ത് അന്ന് കരിമീൻ വള്ളത്തിൽ ചെറുത് കണ്ടാൽ എടുത്ത് വളരുന്നതിന് വേണ്ടി കളയും. അത് ഞങ്ങൾ ഇപ്പോൾ അങ്ങനെ ചില സമയം മീനില്ലെങ്കിലേ എന്നിട്ട് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് ഈ ഞങ്ങൾ വെറും പൊടിയായിട്ടിരിക്കുന്ന സമയത്ത് ഇതേ കണക്കിരിക്കും. ഈ പിന്നെ കിഴക്കേ സൈഡിൽ നിന്ന് ആറ്റിൽ നിന്ന് മീനും പിടിച്ച് കൊണ്ടുവന്ന് ഇതേ കണക്ക് കൊണ്ടുവരുമ്പോൾ ചെല്ലുമ്പോൾ ഞണ്ട് പിന്നെ പിള്ളേർക്ക് കൊടുക്കുമെന്ന്. ഏതാ ഇന്നത്തെ 500 രൂപ വിലയുള്ള ഞണ്ട് പിള്ളേർക്ക് കൊടുക്കുന്നു. അന്ന് ഇഷ്ടംപോലെ മീനുണ്ട് അല്ലേ? മീനെന്ന് പറഞ്ഞാൽ ഒരു വല അവിടെ കൊണ്ടുവന്ന് പട്ടുവല ഇട്ടാ പട്ടുവല ഒതുക്കണം. ഒതുക്കുമ്പോൾ മീൻ കിട്ടും. ഒതുക്കാന്ന് വെച്ചാൽ ഇതേ കണക്ക് പുല്ലൊക്കെ കടലിൽ കായലിലേക്ക് അതിന്റെ ചുറ്റും വലയിടും. ഓർത്ത ആറിയ കറിക്ക് ഓർത്താന്ന് പറഞ്ഞൊരു മീനാണ് കേട്ടോ. പണ്ട് മീനുണ്ടായിരുന്നുള്ള കഥകളാ പറഞ്ഞേ. ഇന്നിപ്പോ അത്രയും മീനില്ല. മീന് കയറി വരാനും പറ്റുന്നില്ല. തോടുകളൊക്കെ ചെറുതായിപ്പോയില്ലേ. ഇതിൽ ആക്സിഡന്റ് ആയിരുന്നപ്പോൾ പൊളിഞ്ഞു കിടന്ന അന്ന് വിട്ട് തട്ട് കെട്ടിയില്ലേ? അത് ഞങ്ങളുടെ പാപ്പൻ്റെ വണ്ടിയിലാണ് തട്ടിയത്. അപ്പോൾ വാ മീനൊക്കെ വാങ്ങി അവരും പോയി കേട്ടോ. തൽക്കാലം എലിക്കുട്ടിയമ്മ വേറെ ഒന്നും കൂട്ടാത്തൊരു കക്ക കൂട്ടാത്തതുകൊണ്ടാണ് പിന്നെ എങ്ങനെ റിസ്ക് എടുത്താൽ ഈ മീൻ മേടിക്കുക. അല്ലെങ്കിൽ ഞാൻ 100 കൊടുത്ത് ഈ മീൻ മേടിക്കത്തില്ല. കാരണം വീട്ടിൽ പോയി നമ്മുടെ മറ്റേ വലയുണ്ടല്ലോ, അമ്മ ഉണ്ടാക്കുന്ന ട്രാപ്പില്ലേ, ആ ട്രാപ്പിനകത്ത് ഇച്ചിരി മൈദ ഒക്കെ ഇട്ട് കൊടുത്താൽ ഇതിൽ കൂടുതൽ മീൻ കിട്ടും. സത്യം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് പിടിച്ച് കാണിക്കാൻ പോയി. കയറിക്കോ. അപ്പോൾ ഞങ്ങളിതേ വീട്ടിലെത്തി കേട്ടോ. എന്തേ അതാ വായിക്കുന്നേ? ഇവിടെ എന്താ പരിപാടി? ഇവിടെ എന്താ പരിപാടി? കക്ക ഉള്ളിപ്പുറക്കാ. ആരല്ലേ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നത്? ഇച്ചിരി ജ്യൂസ് ഞാൻ ഭയങ്കര ക്ഷീണം. ഞാൻ കുടിച്ചോട്ടെ? ഇച്ചിരി ഞാൻ കുടിച്ചോട്ടെ? ഇച്ചിരിതാ. വള്ളത്തിൽ നമ്മൾ 100 രൂപയ്ക്ക് നമ്മളിവിടെ വലയിട്ട് പിടിക്കത്തില്ലേ, അതിന് അത്രയും പോലും ഇല്ല വള്ളത്തിൽ 100 രൂപയ്ക്ക്. മൈദ ഉണ്ടായിരുന്ന ചുമ്മാ ഇട്ട് കൊടുക്കാൻ വള്ളത്തിൽ ചറാറ് അടിക്കായിരുന്നു. ഇച്ചിരി വെള്ളം എന്താ കുടിക്കട്ടെ? കുടിക്കട്ടെ? ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ? ഇച്ചിരി കുടിക്കട്ടെ? അടിപൊളി ടേസ്റ്റ്. കുടിക്കോ? കുടിക്കേ? ചുമ്മാ ഞാൻ കുടിച്ചില്ല. ചുമ്മാ കാണിച്ചേടി കുടിച്ചില്ല. എന്നാ വള്ളത്തിൽ മാത്രമേ ഉള്ളൂ, വെറും വള്ളത്തിൽ. വേണ്ടേ? വേണ്ടേ? അയ്യേ ഇവളങ്ങനെ കുടിക്കുന്ന അറിയാം. കുറച്ച് വായിലോട്ടം കിടക്കും, എന്നിട്ട് അതിൽ ശകലം കുടിക്കും, എന്നിട്ട് ശകലം ഇതിനകത്തോടെ തുപ്പും. ആ വൃത്തിയായിട്ട വെള്ളം കുടിച്ച് എന്നെ സമ്മതിക്കണം. ഇച്ചിരി കൊഴുപ്പായി കാണും ജ്യൂസിന്. പിന്നെ ഈ വൃത്തിയായിട്ട വെള്ളം കുടിക്കുന്നതിനൊക്കെ അല്ലേ തോട്ടിൽ വെള്ളം കുടിക്കുന്നതല്ലത്. കുടിക്കണേ?
എനിക്ക് വേണ്ട, പിന്നെ തുപ്പലിറക്കി വിട്ട വെള്ളമാണ് ഞാൻ കുടിക്കുന്നത്. കക്ക രണ്ടെണ്ണം പറക്ക ഉള്ളിലേക്ക് കൊടുക്ക്. ഇവിടെ കക്ക പറക്കട്ടെ, ഇവിടെ രണ്ടെണ്ണം ഉള്ളിലേക്ക് കൊടുക്ക്. അന്ന് സുന്ദര കൂട്ടത്തിലായിട്ട് കുളിച്ച് റെഡിയായിട്ട് വന്നിരിക്കുക. രാവിലെ കുളിച്ച് റെഡിയായിട്ട് വന്നിരിക്കുക. മണമൊന്നും ഇഷ്ടമല്ല. ലിജി കക്ക കഴിക്കത്തില്ല കേട്ടോ. പണ്ടേ കഴിക്കുമായിരുന്നു. ആ ഈ കക്ക രസം ഉണ്ടാക്കാൻ പോണോ കക്ക? ഇത് അരിച്ചെടുത്തിട്ട് ഇത് കക്കയുടെ ജ്യൂസാണ് കേട്ടോ. അത് തിളപ്പിക്കുമ്പം പുഴുങ്ങുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന അതിൽ നിന്ന് പുറത്ത് വരുന്ന അതിൻ്റെ രസമാണ് കേട്ടോ. അരിച്ചെടുക്കണം നല്ലോണം. അരിച്ചല്ല, ഇതിനെന്ത് പറയുന്നത്, പാറ്റി അല്ലേ? അതാണ്. ഇതങ്ങ് അടിയും. ഇതിനകത്ത് വേസ്റ്റൊക്കെ അടിയുമ്പം ആ വെള്ളം മുകളിൽ എടുക്കണം. എടുത്തിട്ട് ഇത് രസം ഉണ്ടാക്കും. അപ്പോൾ നമ്മളിത് ഇപ്പം മേടിച്ചോണ്ട് മീൻ എലിക്കുട്ടി നമ്മൾ കണ്ടിച്ചോണ്ടിരിക്കാം. ജീവനുണ്ട്. ഇപ്പൊ വല എടുത്തോണ്ട് വന്നേ. ഇപ്പൊ വല എടുത്തോണ്ട് വന്നല്ലേ. നല്ല വെള്ളത്തിയാ, ടേസ്റ്റുള്ള വെള്ളത്തിയാ. അറുത്ത കറിയൊക്കെ എന്തെങ്കിലും ചെയ്താൽ മതി. നല്ല ടേസ്റ്റ്. അത് ഈ കിടക്കുന്ന കണമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിന്നലെ കഴിച്ച ഒരു കണ്ടിച്ചില്ല മീനില്ലേ, അതിൻ്റെ കുഞ്ഞത്. ഇന്നലെ ഞങ്ങൾ കണമ്പ് മേടിച്ചായിരുന്നു അവിടെ. കണ്ടിച്ച് കഴിഞ്ഞിട്ട് അപ്പം അതാ വിശേഷം കേട്ടോ. ഇനി കണ്ണമ്പള്ളത്തിൽ എന്തേനമ്മ? കണ്ണമ്പള്ളത്തിൽ വറുക്കാനാണോ? കറി വെക്കണ്ട. വറുത്തോ കറിയൊക്കെ ചെയ്യും. കറി വെക്ക്. ആ അല്ല, വള്ളത്തിൽ കാണിച്ചു തരാനോ? ഇതവിടെ കടിച്ചോണ്ടിരിക്കും. അവിടെ വെയില. ലിജിക്ക് വള്ളത്തിൽ കാണണമെന്ന്. ലിജി എല്ലാവരും ഉണ്ടായിട്ട് ഇവിടെ എന്തൊക്കെ കഥകളാണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി ഇറങ്ങിയതാകത്ത് കേട്ടോ. അപ്പം നാണം ഇല്ലാതെ വരുത്തിയണ്ട. ഞാൻ കുടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ജ്യൂസ് കുടിക്കാൻ പോകണ്ട. കുടിക്കും. ഞാൻ കുറച്ച് ജോലിയിൽ ഏർപ്പെട്ടെ. ഇത് ചോറ് വെക്കണോ? അതെന്തോ കഞ്ഞിയോ? കറിയെല്ലാം റെഡിയാ? ഇതെന്താ ഇന്നലത്തെ കറിയാ? വള്ളത്തി ഫ്രൈ. വള്ളത്തി കറി വെച്ചാ? അറുത്താണോ? അപ്പത്തെ കറികളൊക്കെ സെറ്റായി. ഇതെന്നാ കൂർക്കറിയോ? കൂർക്ക തോരൻ, കക്ക തോരൻ. അതിൻ്റെ വേണ്ടൊക്കെ വെച്ചേര്. പുറത്തോടെ വെക്കാം. ചോറ് കഴിക്കണ്ടേ? ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ പിടിച്ചു തട്ടെ. അമ്മ എവിടെ പോയി? കുളിക്കാൻ പോയോ? ഫോൺ വിളിക്കുന്നു. വള്ളത്തി ഫ്രൈ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചമ്മന്തിയൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ. ചമ്മന്തിയൊക്കെ വെച്ചിട്ട് പിടിച്ച് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ വെള്ളത്തി? വെള്ളത്തി ഇഷ്ടമാണോ? ചമ്മന്തി ഇഷ്ടമല്ല. ആദ്യം ചോറ് കഴിക്കാം. ഈ ലിജാരിയുടെ കണക്കാണല്ലോ, വാരി തിന്നതില്ല സ്വന്തമായിട്ട്. ശരി, നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ. ലിജിക്കൊച്ച് വേണ്ട ചോറ് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി കേട്ടോ. ഉറങ്ങി കഴിയുമ്പോൾ രണ്ടാൾക്കാർ ഇടുക്കിയിൽ നിന്ന് വന്ന് നേരെ വള്ളത്തേക്ക് കയറിയേക്കോ. വീഡിയോ എടുക്കാൻ അമ്മയും. ഒരാൾ അങ്ങോട്ട് വഴിയുന്നു, ഒരാൾ ഇങ്ങോട്ട് വഴിയുന്നു. കൊള്ളാം, സൂപ്പർ. ഇങ്ങോട്ട് തൊഴാ, വെള്ളം ഇങ്ങോട്ട് വരട്ടെ. ആ, ഇവിടെ ഇറങ്ങിയിരി, അല്ല ഇവിടെ ഇറങ്ങിയിരി നടുക്ക്. ആലപ്പുഴക്കാരിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വെള്ളം അറിയത്തില്ല. അവ തുഴഞ്ഞു വിടുന്നുണ്ട് അങ്ങോട്ട്. തിരിഞ്ഞിങ്ങോട്ട് ഇരിക്കോ ലിതി? ഇപ്പറ ഇരിക്കേ, നടക്കിരി. ആ, മറിഞ്ഞാ വെള്ളത്തിലോട്ടൊക്കെ വീഴും, അത്രേ ഉള്ളു. വെള്ളത്തിലോ? എവിടുന്ന്? വെള്ളത്തിലോട്ടോ? ബാക്കിലോട്ടോ വരാവേ. ഇവിടുന്ന് വെള്ളം അങ്ങോട്ട് പിടിക്കും. ഇങ്ങോട്ട് ഇവിടുന്ന് പിടി. ആ, അങ്ങനെ. ആ, വെള്ളം ഇങ്ങോട്ട് അടുക്കട്ടെ. ആ, അത് തന്നെ. ഇത് കെട്ടിയിട്ടുണ്ടോ? വാവേ, തിരിച്ച് വെള്ളം ഫ്രണ്ടിലോട്ട് പിടിച്ചു വിട്. ആ, അങ്ങനെ അങ്ങോട്ട് തുഴഞ്ഞതിന് ശേഷം ദേ ഇവിടുന്ന് വെള്ളം അങ്ങോട്ട് പിടി. ഇവിടുന്ന് ഇങ്ങനെ. ആ, അങ്ങനെ. അപ്പോൾ എന്ത് ചെയ്യും? അതിന് അടിയിലോട്ട് പോട്ടെ, അടിയിലോട്ട്. ആ, അപ്പോൾ വെള്ളം തിരിയുന്നുണ്ടോ? ഉണ്ടോ? ആ, അത് തന്നെ പോട്ടെ. വെള്ളം നേരെ തുഴഞ്ഞോ, നേരെ കായലിൽ അഷ്ടപടി കായലിൽ പോകും. ഇവർ അഷ്ടപടി കായലിലുള്ളതെന്ന്. അപ്പുറം വരാ. അവിടുന്ന് അടുപ്പി നേരത്തെ കഴിഞ്ഞാൽ അവിടുന്ന് വെള്ളം പിടി. വലത്തുനിന്ന് അറ്റത്ത്. അങ്ങനല്ല.
ആ ഇതൊന്ന് രണ്ടും കൂടെ വെള്ളത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. ഉണ്ടാ അത് നീ ഇറങ്ങുന്നില്ലടാ. ഓടിച്ചില്ലേ പാവേ ഇവിടുന്ന് പിടി. വലത്തെ സൈഡ് ഇട്ട് ഇങ്ങനെ പിടി. ഞാൻ നേരത്തെ പിടിച്ചാണെങ്കിൽ സെൻറ്ററിൽ നിന്ന് അങ്ങനല്ല സൈഡിൽ നിന്ന് പിടി. ആ അങ്ങനെ നീ ബാക്കിലോട്ട് തിരിച്ചു തോടാ തിരിച്ച്. ആ അത് തന്നെ പതുക്കെ ആ വരട്ടെ. ആ അത് തന്നെ തൊഴ പൊക്കിയിട്. ആ അത് തന്നെ ഇനി വലത്ത് സൈഡിലോട്ട് പിടി. സൈഡിലോട്ട് അപ്പുറം അവിടെ തന്നെ ഇവിടെ തന്നെ സൈഡിലോട്ട് അങ്ങനെ സൈഡ് പിടിക്കുക. ആ അത് തന്നെ അത് നിങ്ങൾ അങ്ങനെയൊക്കെ തുഴഞ്ഞാൽ പടി. ആ അങ്ങനെ ഉണ്ടോ വെള്ളം തിരിയുന്നുണ്ടോ? വെള്ളം നേരെ ആവുമ്പോൾ മുന്നോട്ട് തുഴയണം. ആ ഇനി മുന്നോട്ട് വരാം. ആ അതെ ആ പോട്ടെ ആ ഇനി അപ്പുറം വെള്ളം തിരിയുന്നതനുസരിച്ച് അവിടെ ഇവിടെ ഇട്ടാൽ മതി. വെള്ളം തിരിയുന്നതനുസരിച്ച് ഇനി ഇപ്പുറത്തിട്. രണ്ടെണ്ണം ഇപ്പുറം അപ്പുറം ഇപ്പുറം വെള്ളം വളയുന്നു. ഇപ്പുറം ഫോട്ടോ പൊങ്ങോ ചെല്ലറ ചാടറാ ഓടിപ്പോ ചെല്ല്. ഓക്കെ അപ്പോൾ ഒരു വെള്ളം തള്ളി പഠിക്കട്ടെ. നമുക്ക് കൊച്ചകത്ത് അടിക്കുമല്ലേ.